everyone, welcome to another video of Success Academy's YouTube channel. 2022 GD എക്സാമിൻ്റെ ആദ്യത്തെ 3 ദിവസത്തെ 4 ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്ത ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജനുവരി 13-ാം തീയതിയിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Sohan borrowed money at the rate of 20% per annum on compound interest. Interest was compounding annually and he paid it in 3 equal installments. Each installment was to be paid at the end of every year. If each installment was for rupees 1250, then the money borrowed by Sohan was. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുന്നത്തെ ഷിഫ്റ്റിൽ സെയിം കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ 2 വർഷത്തെ ആയിരുന്നു, ഇവിടെ 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ എത്രയാണ് റേറ്റ്? 20% പെർ ആനും ആണ്. ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തുകയാണ് 1250. നമുക്ക് കാണേണ്ടത് എത്രയാണ് പ്രിൻസിപ്പൽ എന്നാണ്. അപ്പോൾ എന്താ ചെയ്യുക? 20% എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 1/5 ആണ്. അപ്പോൾ നമ്മൾ സക്സസീവ് റേറ്റ് മെത്തേഡിൽ കൂടി എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത്? പി എന്ന് പറയുന്നത് 5 ആണെങ്കിൽ, അതായത് നമ്മൾ ഡിനോമിനേറ്ററിനെ പി ആയിട്ട് കൺസിഡർ ചെയ്തു. പി 5 ആണെങ്കിൽ എമൗണ്ട് എത്രയാവുക? 5 + 1 6. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ 5 6ആയി. രണ്ടാമത്തെ വർഷം എന്ത് സംഭവിച്ചു? 5 6ആയി. മൂന്നാമത്തെ വർഷം 5 6ആയി. ഇനി നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കാണാനായിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ അതല്ല യൂസ് ചെയ്യുന്നത്, വേറൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ 5 6 അതൊന്നും ചെയ്യേണ്ട. രണ്ടാമത്തെ വർഷത്തേത് എന്ത് ചെയ്യുക? സ്ക്വയർ എടുക്കുക. മൂന്നാമത്തെ വർഷത്തേതോ ക്യൂബ് എടുക്കുക. 5 ക്യൂബ് 6 ക്യൂബ്. അപ്പോൾ എത്ര വരും? 5 6 25 36 125 216. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് ഈക്വൽ ആണോ? 6 36 216. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും 216 ആക്കാം. അതിനുവേണ്ടി 6 × 36 ആണ് 216. അപ്പോൾ 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ 5നെയും 6നെയും 36 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയാണെങ്കിൽ × 6 ചെയ്യുക. 36 × 6 എന്ന് പറയുമ്പോൾ 216 കിട്ടും. അപ്പോൾ എത്രയാണ് വാല്യൂ വരിക? 5 × 36 എന്ന് പറയുന്നത് 180 ആണ്. ഈ സൈഡിൽ 216. 25 × 6 എന്ന് പറയുന്നത് 150, 216, 125, 216. അപ്പോൾ ഇതാണല്ലോ പ്രിൻസിപ്പിൾ, ഈ സൈഡിലെ പ്രിൻസിപ്പിൾ. അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിളിൻ്റെ വാല്യൂ എത്ര വന്നു? എത്ര യൂണിറ്റ് വന്നു? 0 15 400 ചെയ്യുമ്പോൾ നമുക്ക് 455 പ്രിൻസിപ്പിൾ വരിക. ഇനി തന്നേക്കുന്നത് ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ, ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തുകയാണ് 1280. ഇവിടെ എത്രയാണ് ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ്? 216 ആണ്. അപ്പോൾ 216 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എത്ര? 1250. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര വന്നു? 1250/216. നമ്മളോട് ചോദിച്ചു വെക്കുന്നത് പ്രിൻസിപ്പിളിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കാണാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 455 യൂണിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1250 ഡിവൈഡഡ് ബൈ 216 × 455. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുന്നത് ഏതാണ്? 2633. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ എനിക്ക് തോന്നുന്നത് 2 തവണ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി സെക്യൂർഡ് 16,200 votes and defeated A by 8% of the total vote. If there are no invalid vote, what is the difference in vote between A and B? ഒരു ഇലക്ഷനിൽ എയും ബിയും തമ്മിലുള്ള ഇലക്ഷനിൽ ബിക്ക് 16,200 വോട്ടാണ് ലഭിച്ചത്. എന്നിട്ടോ എന് 8% വോട്ടിന് ഡിഫീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോട്ട്, ഓക്കെ, എക്കും ബിക്കും തമ്മിലുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ബിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? എനേക്കാളും 8% കൂടുതൽ മേടിച്ചിട്ടാണ് ബി എന് തോപ്പിച്ചേക്കുന്നത്. അപ്പോൾ ബി മൈനസ് എ എന്ന് പറയുന്നത് എത്ര വരിക? 8%. ടോട്ടൽ വോട്ട് എത്രയാണ്? എ പ്ലസ് ബി എന്ന് പറയുന്നത്, എ പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് എ എന്ന് പറയുന്നത് മൊത്തം എത്രയാണ്? 100. നമുക്ക് തന്നേക്കുന്നത് ബിയുടെ വാല്യൂ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എ ക്യാൻസൽ ചെയ്തിട്ട് ബി എടുക്കാം. അപ്പോൾ ഈ 2 ഇക്വേഷൻ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2b = 108 എന്ന് വരും. ബി ഈസ് ഈക്വൽ ടു 54. അപ്പോൾ 54 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 16,200. അപ്പോൾ 54 =
16,200 അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 16,200 ഡിവൈഡഡ് ബൈ 54. കാണേണ്ടത് ബിയും എയും തമ്മിലുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് ആണ്. അത് എത്രയാണ്? 8% ആണ്. കാരണം എനേക്കാളും ബിക്ക് 8% വോട്ട് കൂടുതലാണ്. അപ്പോൾ 8 യൂണിറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 8. 9 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 വരും. ഇവിടെ 18,00. 6 വെച്ചിട്ട് എഗെയിൻ കട്ട് ചെയ്തു. 300 ഇൻറ്റു 8 എന്നാണ് വരിക. എത്രയാണ് ആൻസർ? 2,400. ഓപ്ഷൻ നമ്പർ 1 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്തത്, in an election contested by two parties, party A secured 16% of the total vote more than party B. If party B got 25,200 votes and there are no invalid vote, by how many votes did party B lost the election? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം രീതിയിൽ സിമിലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇതിലെങ്ങനെയാണ്? എ ആണ് ജയിച്ചിരിക്കുന്നത്, ബിനേക്കാളും 16% വോട്ട് കൂടുതലാണ്. ഇതിലെങ്ങനെ വരിക? എക്കാണ് കൂടുതൽ. എ മൈനസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 16% ആണ്. എ പ്ലസ് ബി എത്രയാണ് ടോട്ടൽ? നേരത്തെ പറഞ്ഞ പോലെ 100% ടോട്ടൽ വരിക. ഇതിൽ ആരുടെ വാല്യൂ തന്നേക്കുന്നത്? ബിക്ക് കിട്ടിയേക്കുന്ന വോട്ടിൻ്റെ എണ്ണം വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എ ക്യാൻസൽ ചെയ്തിട്ട് ബിയുടെ വാല്യൂ കാണാം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? -2b ഇസ് ഈക്വൽ ടു -84 എന്ന് വരും. അതായത് ബി ഇസ് ഈക്വൽ ടു 42. അപ്പോൾ ബിക്ക് കിട്ടിയേക്കുന്നത് 42 യൂണിറ്റ് അല്ലെങ്കിൽ 42% വോട്ടാണ് കിട്ടിയേക്കുന്നത്. 42% എന്ന് പറയുന്നത് എത്രയാണ്? 25,200. 25,200 ആണ്. അപ്പോൾ 42 എന്ന് പറയുന്നത് എത്രയായി? 25,200. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 252.00 ഡിവൈഡഡ് ബൈ 42. നമുക്ക് എന്താ കാണേണ്ടത്? ബി എത്ര വോട്ടിനാണ് ഇലക്ഷനിൽ തോറ്റുപോയത്? എത്ര വോട്ടിനാണ്? 16% വോട്ടിനാണ് ബി തോറ്റത്. അപ്പോൾ 16% കാണാൻ എന്ത് വേണം? ഇൻറ്റു 16. 7 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 വരും. ഇവിടെ 3600. 6 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 600 ഇൻറ്റു 16 ആണ്. 16 ഇൻറ്റു 6 എന്ന് പറയുന്നത് 96 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എത്ര വരിക? 96,000. 9,600. അഗെയിൻ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. അടുത്തത്, a car driver is driving the car at a speed of 70 km/h and a bus is moving 35 meters ahead of him. After 15 seconds, the bus is 40 meters behind of him. Find the speed of the bus. ഒരു ബസ്സും കാറും ഒരേ ഡിറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ പറയുമ്പോൾ എങ്ങനെയാണ്? ബസ്സിനേക്കാളും 35 മീറ്റർ പുറകിലാണ് കാറ്. ഒരു 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്തായി? ബസ്സിനെ വെട്ടിച്ചുകൊണ്ട് കാറ് 40 മീറ്റർ മുന്നിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ബസ്സിൻ്റെ സ്പീഡാണ്. കാറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 70 km/h. അപ്പോൾ ആദ്യത്തെ കേസിൽ എങ്ങനെയായിരുന്നു? കാർ ഇവിടെയാണ്, ബസ് ഇവിടെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 മീറ്റർ. 15 മിനിറ്റിന് ശേഷം കാറ് ബസ്സിനെ വെട്ടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വന്നു. എത്ര മീറ്റർ? 40 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? 35 + 40 75 മീറ്ററായി ടോട്ടൽ. ഇത് കവർ ചെയ്യാൻ എത്ര സമയം എടുത്തത്? 15 സെക്കൻഡ്സ് അല്ലേ? 15 സെക്കൻഡ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ സ്പീഡ് എങ്ങനെയാണ്? റിലേറ്റീവ് സ്പീഡാണ്. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഇവരുടെ സ്പീഡിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിൽ ആർക്കാണ് സ്പീഡ് കൂടുതൽ? സ്വാഭാവികമായിട്ടും കാറിനായിരിക്കും സ്പീഡ് കൂടുതൽ. കാരണം 15 സെക്കൻഡിന് ശേഷം ബസ്സിനെ വെട്ടിച്ചിട്ട് കാറ് മുന്നോട്ടേക്ക് പോകുന്നെങ്കിൽ ആർക്കായിരിക്കും സ്പീഡ് കൂടുതൽ? കാറിനായിരിക്കും സ്പീഡ് കൂടുതൽ. അപ്പോൾ കാറിൻ്റെ സ്പീഡ് മൈനസ് ബസ്സിൻ്റെ സ്പീഡ്. ടൈം എത്രയാണ്? 15 സെക്കൻഡ്സ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. കാറിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 70. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ടൈം സെക്കൻഡിൽ, ഡിസ്റ്റൻസ് മീറ്ററിൽ, സ്പീഡ് മാത്രം എന്താണ്? km/h ആണ്. അപ്പോൾ km/hനെ m/s ആക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഇൻറ്റു 5/18. ഇൻറ്റു 5/18 18 മുകളിലേക്ക് വന്നു. 15 ഇൻറ്റു 5 ആണ് 75. അത് കട്ട് ചെയ്തു. ഇവിടെ 5 വന്നു. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5ഉം 5ഉം കട്ട് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 18 ഇസ് ഈക്വൽ ടു 70 മൈനസ് സ്പീഡ്. ആരുടെ സ്പീഡ്? ബസ്സിൻ്റെ സ്പീഡ്. അപ്പോൾ ബസ്സിൻ്റെ സ്പീഡ് എത്രയായി? ബസ്സിൻ്റെ സ്പീഡ് ഇസ് ഈക്വൽ ടു 70 മൈനസ് 18. എത്രയാണത്?
52 km/h. ഓപ്ഷൻ നമ്പർ 3 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. അടുത്തത്, the difference between the simple and compound interest compounded annually on a certain sum of money for 2 years at 4% per annum is ₹80. The sum in rupees is. ഏതൊരു സം ഉണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് 2 വർഷത്തേക്ക് 4% റേറ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 80 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് 4% വെച്ചിട്ടാണ് പലിശയാണെങ്കിൽ എത്രയാണ് ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയാൻ? നെറ്റ് റേറ്റ് 2 × 4 8. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? നെറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു A + B + AB/100 ആണ്. അപ്പോൾ എത്ര വരും? 4 + 4 8 + 4 × 4 എന്ന് പറയുന്നത് 16/100. എത്ര വന്നു? 8.16% ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് 8% ആണ്. അപ്പോൾ ഇവർ നമ്മൾ ഡിഫറൻസ് എത്രയാണ്? 0.16% ആണ്. 0.16% എത്രയാണ്? 80 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1% എത്രയായി? 1% = 80/0.16. നമുക്ക് പ്രിൻസിപ്പിളാണ് കാണേണ്ടത്. പ്രിൻസിപ്പിൾ എപ്പോഴും നമ്മൾ 100% ആയിട്ടാണ് എല്ലാ കേസിലും കൺസിഡർ ചെയ്യുക. അപ്പോൾ 1% 80/0.16 ആണെങ്കിൽ 100% എത്ര വരും? 100% = 80 / 0.16 × 100. എത്രയാണ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത്? 50,000 ആണ് ആൻസർ വരിക. 16 × 5 ആണ് 80. നമുക്ക് ആൻസർ 50,000. മനസ്സിലായല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് വിച്ച് ക്യാൻ ബി യൂസ് ടു മെഷർ എക്സാക്ട്ലി ദ ലെങ്ത് 8 meter 75 centimeter, 1.75 meter and 12 meter 20 centimeter. ഈ പറയുന്ന ലെങ്ത് 3 ലെങ്ത് ഉണ്ട്. 8 മീറ്റർ 75 സെൻറ്റിമീറ്റർ, 1.25 മീറ്റർ, പിന്നെ 12 മീറ്റർ 20 സെൻറ്റിമീറ്റർ. ഇത് മൂന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? ഈ തന്നിരിക്കുന്ന 3 വാല്യൂവിൻ്റെയും HCF ആണ് കാണേണ്ടത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻസ് എല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? തന്നേക്കുന്ന 3 വാല്യൂസിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എത്ര വന്നു? 8 മീറ്റർ എന്ന് പറയുമ്പോൾ 800 സെൻറ്റിമീറ്റർ ആയി. 800 സെൻറ്റിമീറ്റർ + 75 സെൻറ്റിമീറ്റർ എത്രയാണ്? 875 സെൻറ്റിമീറ്റർ. അടുത്തത് 175 മീറ്റർ ആണ്. ഇതിനെ സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 175. അടുത്തതോ 12 മീറ്റർ. 12 മീറ്റർ എന്ന് പറയുന്നത് 1200 സെൻറ്റിമീറ്റർ ആണ്. + 20 സെൻറ്റിമീറ്റർ എത്രയാണ്? 1220 സെൻറ്റിമീറ്റർ. ഇനി HCF എങ്ങനെ കാണാം? ഇതിൽ കോമൺ ഫാക്ടർ നോക്കുക. 5 കോമൺ ഫാക്ടറാണ്. അപ്പോൾ എത്ര വരും? ഓക്കെ, 5 കോമൺ എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 175, 35, 244. ഇനി ഏതെങ്കിലും ഇതിൽ കോമൺ ഉണ്ടോ? 5 എടുക്കാൻ പറ്റില്ല, കാരണം 244 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 3യും എടുക്കാൻ പറ്റില്ല. ആകെ കൂടി നമുക്ക് 5 മാത്രമാണ് ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഏതാണ് ആൻസർ? 5 സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, എ റീറ്റെയിലർ പർച്ചേസ്ഡ് സം ഗുഡ്സ് ഫോർ ₹1280 ആൻഡ് ഹി സോൾഡ് 1/3 അറ്റ് എ ലോസ് ഓഫ് 15%. At what gain percent should he sell the remaining? Okay. At what gain percent should the remaining be sold so as to gain 15% on the whole transaction? ഒരു റീറ്റെയിലർ കുറച്ച് സാധനം 1280 രൂപയ്ക്ക് മേടിച്ചിട്ട് ആ ടോട്ടലിൻ്റെ 1/3 എന്ത് ചെയ്തു? 15% നഷ്ടത്തിലാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ശതമാനത്തിന് വിൽക്കണം? എന്താണ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ നോക്കുമ്പോൾ 15% പ്രോഫിറ്റ് വേണം. ആദ്യത്തെ കേസിൽ 15% നഷ്ടത്തിലാണ് വിറ്റത്. പക്ഷേ ടോട്ടൽ നോക്കുമ്പോൾ പുള്ളിക്ക് 15% ലാഭം വേണമെങ്കിൽ ബാക്കി വന്നിരിക്കുന്ന സാധനങ്ങൾ എത്ര രൂപയ്ക്ക്, എത്ര പ്രോഫിറ്റിന് വിൽക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന 1280 ഒന്നും ആവശ്യമില്ല. അല്ലാതെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. ഇവിടെ 1/3 എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് എത്രയായിട്ട് എടുക്കാം? ടോട്ടൽ ഗുഡ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, ടോട്ടൽ ഗുഡ്സിൻ്റെ നമ്പർ 3 ആയിട്ട് എടുത്തു. എന്തിനാണ് 3 ആയിട്ട് എടുക്കുന്നത്? 1/3 എന്ന് പറയുമ്പോൾ 3യും 3യും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഫ്രാക്ഷൻ ഇല്ലാതെ ഹോൾ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 എന്ന് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ 3യുടെ 1/3 എത്ര വരും? 1 യൂണിറ്റ്.
ഇത് എത്ര പെർസെൻറ്റേജിലാണ് വിട്ടേക്കുന്നത്? 15% നഷ്ടമാണ്. അപ്പം നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? -15 എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തേത് 1 യൂണിറ്റ് സാധനം 15% നഷ്ടത്തിനാണ് വിറ്റത്. ബാക്കി എത്രയുണ്ട്? 3 നിന്ന് 1 പോയി, ബാക്കി 2 ഉണ്ട്. അത് എത്ര പെർസെൻറ്റേജിലാണ് വിൽക്കേണ്ടത് നമുക്കറിയില്ല. എക്സ് എന്നിട്ടു ഡിവൈഡഡ് ബൈ എത്രയുണ്ട് ടോട്ടൽ? 3. ഇത് മൊത്തം ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടേണ്ടത്? 15% പ്രോഫിറ്റാണ്. അപ്പോൾ +15 ബ്രാക്കറ്റ് മാറ്റുക. -15 + 2x = 3. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എത്ര വന്നു? 3 × 15 എന്ന് പറയുന്നത് 45 ആണ്. 2x = 60, x = 30%. മനസ്സിലായല്ലോ? 30% പ്രോഫിറ്റിന് രണ്ടാമത്തെ ഭാഗം ഗുഡ്സ് വിറ്റാലാണ് ഇദ്ദേഹത്തിന് ഓവറോൾ നോക്കുമ്പോൾ 15% പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. A boat's speed in still water is 9 km/h while the stream's speed is 1.5 km/h. A man rows to a location 105 km away and then returned to his starting position. The total time taken by him. ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? USDC ഇങ്ങനെ ആദ്യം എഴുതുക. എസ് എന്ന് പറയുന്നത് സ്ട്രീമിൻ്റെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്, സി എന്ന് പറയുന്നത് കറൻറ്റിൻ്റെ സ്പീഡ്, യു എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്പീഡ്, ഡി ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എസും സിയും ആണെങ്കിൽ അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴുക്കിനെതിരെ പോവുക. അപ്പോൾ എന്താ സംഭവിക്കുക? സ്പീഡ് എന്തായാലും കുറവായിരിക്കും. അപ്പോൾ എത്ര വരും? എസ് - സി ആണ് അപ്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത്, അപ്സ്ട്രീം സ്പീഡ്. ഡൗൺ സ്ട്രീം നമ്മൾ ഒഴുക്കിനൊപ്പം സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ എത്ര വരും? എസ് + സി. ഇനി സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? D + U/2. കറൻറ്റിൻ്റെ ആണെങ്കിൽ D - U/2. ഓക്കെ അല്ലേ? നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ് എസ് തന്നിട്ടുണ്ട്, 9 km/h ആണ്. സ്ട്രീമിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, അതായത് കറൻറ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 1.5 km/h ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? USDC 9ഉം 1.5. അപ്പോൾ ഡൗൺ സ്ട്രീം എത്രയാണ്? 9 + 1.5 = 10.5. 9ൽ നിന്ന് 1.5 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. എത്രയാണത്? 7.5 km/h. ഓക്കെ അല്ലേ? ഇനി ഒരാൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും റൗണ്ട് അടിച്ച് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ എന്ത് വന്നു? ഒരു ഡൗൺ സ്ട്രീമും ഒരു അപ്പ് സ്ട്രീമും വന്നു. നമുക്ക് ടോട്ടൽ ടൈമാണ് കാണേണ്ടത്. ടൈം = ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. സ്പീഡ് എങ്ങനെ വരിക? ഡൗൺ സ്ട്രീം ആകുമ്പോൾ നമ്മൾ 10.5 എടുക്കുക, അപ്പ് സ്ട്രീം ആകുമ്പോൾ ഏതെടുക്കണം? 7.5 എടുക്കുക. അപ്പോൾ ടൈം = ഡിസ്റ്റൻസ് 105 ഡിവൈഡഡ് ബൈ അപ്പ് ഡൗൺ സ്ട്രീമിൻ്റെത് 10.5. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ നിന്ന് ഇവിടം വരെ പോകാനുള്ള സമയമായി, പ്ലസ് 105 ഡിവൈഡഡ് ബൈ 7.5. നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ എത്തിയിട്ട് തിരിച്ചിങ്ങോട്ടേക്കുള്ള പോകാനുള്ള സമയമായി 105 / 7.5. എത്ര വരും? 10 + 14 = 24 hours ആണ് ആൻസർ വരിക. ഓപ്ഷൻ 3. മനസ്സിലായല്ലോ? അടുത്തത്, ദ ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇസ് 42 cm². ഇഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ is equal to 10 cm. Find the length of its base. ഇത്രയും നേരം ചെയ്തതിൽ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഏരിയയുടെ ഇക്വേഷൻ എന്താ? ½ ഏരിയ തന്നിട്ടുണ്ട് 42 ആണ്. ½ × ബി നമുക്ക് അറിഞ്ഞൂടാ. എച്ച് എത്രയാണ്? 10. ബേസ് ആണല്ലോ കാണേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ 5 വന്നു. ബി = 42/5 എന്ന് പറയുന്നത് എത്രയാണ്? 8.4. ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തത്, P can do a piece of work in 200 days. Q and R can do the same work in 100 days. P, Q and R started the work together and they worked together for 40 days. And then Q left the work and P and R together finished the remaining work in 40 days. Find the number of days in which Q alone can do the work. എങ്ങനെയാണ്? പിക്ക് ഒരു വർക്ക് ചെയ്യാൻ 200 ദിവസം വേണം. ക്യൂവും ആറും ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 100 ദിവസം മതി. എന്നിട്ട് ഇവർ 3 പേരും ഒന്നിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 40 ദിവസം പണിയെടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ ആര് പോയി? ക്യൂ പോയി. പിന്നെ ബാക്കിയുള്ള പണി തീർത്തേക്കുന്നത് പിയും ആറും കൂടിയിട്ടാണ്.
അത് 40 ദിവസം കൊണ്ടാണ് തീർത്തേക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച്. ഓക്കെ, ക്യൂ ഒറ്റയ്ക്കാണ് ഈ വർക്ക് ഏറ്റെടുത്തെങ്കിൽ എത്ര ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ആക്കുക? എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇവരുടെ തന്നിരിക്കുന്ന ഡേയ്സ് എഴുതുക. 200, 100. അപ്പോൾ എത്രയാണ് LCM? നമ്മൾ ഇവരുടെ LCM ആണ് ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. LCM എന്ന് പറയുന്നത് 200 ആണ്. 200 LCM വന്നു കഴിഞ്ഞാൽ എഫിഷ്യൻസി എത്ര വരും? 200/200 1, ഇവിടെ 200/100 2. അതാണ് എന്ത് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഫിഷ്യൻസി ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ട് എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിച്ചത്. ഇനി ഇവർ 3 പേരും കൂടി പണിയെടുക്കുമ്പോൾ എത്ര ടോട്ടൽ എഫിഷ്യൻസി വരിക? 1 + 2 3. 3 ടോട്ടൽ എഫിഷ്യൻസി. എത്ര ദിവസം പണിയെടുത്തു? 40 ദിവസം. അപ്പോൾ എത്ര യൂണിറ്റ് പണിയാണ് തീർന്നത്? 120 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി എത്രയുണ്ട്? റിമൈനിങ് വർക്ക് 80. എങ്ങനെ 80 കിട്ടിയത്? 200 ടോട്ടൽ ഉണ്ട്, അതിൽ നിന്ന് 120 പോയി കഴിഞ്ഞാൽ ബാക്കി 80 ആണ്. ഈ വർക്ക് ആരാ കംപ്ലീറ്റ് ആക്കുന്നത്? പിയും ആറും കൂടിയാണ് ചെയ്യുന്നത്. എത്ര ദിവസം കൊണ്ട്? 40 ദിവസം കൊണ്ട്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് പി പ്ലസ് ആർ എത്ര വരും? ടോട്ടൽ വർക്ക് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ് ബാക്കിയുള്ളത്? 80 ആണ്. 40 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. എഫിഷ്യൻസി എത്ര വന്നു? 2 വന്നു. പിയുടെ എഫിഷ്യൻസി നമുക്കറിയാം. പിയുടെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ രണ്ടുപേരുടെയും കൂടി 2 ആണ്. പിയുടെ 1 ആണെങ്കിൽ ആറിൻ്റെ മാത്രം എത്രയായി? ആറിൻ്റെ മാത്രം 2 - 1 = 1 ആണ് ആറിൻ്റെ എഫിഷ്യൻസി. ക്യൂ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് കാണേണ്ടത്. ക്യൂവിൻ്റെയും ആറിൻ്റെയും എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. അതിൽ ആറിൻ്റെ നമുക്ക് കിട്ടി 1 ആണെന്ന്. അപ്പോൾ ക്യൂവിൻ്റെ എത്രയായിരിക്കും? ക്യൂവിൻ്റെയും 1 ആയിരിക്കും. എന്നാലല്ലേ 1 + 1 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടുള്ളൂ. ക്യൂവിൻ്റെ എഫിഷ്യൻസി കിട്ടി 1 ആണ്. ടോട്ടൽ വർക്ക് 200 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി 200/1 = 200 ഡേയ്സ്. ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 4. ഓക്കെ ആണല്ലോ. അടുത്തത് റേഷ്യോ ഓഫ് കോപ്പർ ആൻഡ് ഗോൾഡ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോയ് ആർ 3:4 and 2:5 respectively. 14 kg of the first alloy is mixed with 21 kg of the second alloy. Find the ratio of copper and gold respectively in the new mixture. കോപ്പറും ഗോൾഡിൻ്റെയും 2 മിക്സറാണുള്ളത്. അതിലൊന്നിൽ ഇവരുടെ റേഷ്യോ 3:4 ആണ്, രണ്ടാമത്തതിൽ 2:5 ആണ്. 2 അലോയുടെയും ആക്ച്വൽ വെയിറ്റ് തന്നിട്ടുണ്ട് 14 kg, 21 kg. അങ്ങനെയാണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുമ്പോൾ പുതിയ മിക്സ്ചറിൽ കോപ്പർ ടു ഗോൾഡിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തേൽ എത്രയാണ് വരുന്നത്? 3:4. രണ്ടാമത്തതിൽ 2:5. ആദ്യത്തത് ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? 14 ഉണ്ട്. ഇവിടെ നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ എത്രയാണ്? 3 യൂണിറ്റ് + 4 യൂണിറ്റ് = 7 ആണ്. 7 ആണ് 14. 7 ആണ് 14. അപ്പോൾ 1 യൂണിറ്റ് എത്രയായി? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 2y. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര kg ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 kg കോപ്പറും 8 kg എന്താണ് ഗോൾഡുമാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ കേസിലോ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 21 ആണ്. ഇവിടെ ടോട്ടൽ എത്ര? 2 + 5 = 7. അപ്പോൾ 7 യൂണിറ്റ് ആണ് 21. 1 യൂണിറ്റ് = 3. ആക്ച്വൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 6 kgയും 15 kgയും. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്യാന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്ര വരും? കോപ്പർ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. 6 + 6. ഗോൾഡ് ഇവിടെ 8 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്. 8 + 15 എത്ര വന്നു? 12:23. ഓപ്ഷൻ ഏത് വരും? 12:23 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നമ്പർ 2. ഓക്കെ ആണല്ലോ. അടുത്തത് എ സോളിഡ് സ്ഫിയർ ഈസ് കട്ട് ഇൻ ടു 2 halves. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ ടു ദാറ്റ് ഓഫ് സോളിഡ് സ്ഫിയർ? അപ്പോൾ ഒരു വലിയൊരു സോളിഡ് സ്ഫിയർ ഉണ്ട്, അതിനെ നമ്മൾ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാണ്, ഹാഫ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഹെമിസ്ഫിയറിൻ്റെ ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും സ്ഫിയറിൻ്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഹെമിസ്ഫിയർ വരിക? ഏകദേശം ഇങ്ങനെയാണ് ഹെമിസ്ഫിയർ ഇരിക്കുക. ടോട്ടൽ സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ എന്തായി? ഈ കേർഡ് സർഫസ് ഏരിയ മാത്രം എത്ര വന്നു? 2πr² വന്നു. ടോട്ടൽ 4πr² ആണ്. അപ്പോൾ നമ്മൾ ഈക്വലി കട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഈ കേർഡ് സർഫസ് ഏരിയ ടോപ്പിൽ വരുന്ന ഏരിയ മാത്രം എത്രയായി?
2πr² ആയി. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ കേർഡ് സർഫസ് ഏരിയ പിന്നെ താഴെ വരുന്നൊരു സർക്കിളും കൂടി ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ എത്രയാണ്? πr² ആണ്. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്ര വന്നു? 3πr². നമുക്ക് എന്താ വെച്ചേക്കുന്നത്? ഈ ഹെമിസ്ഫിയറിൻ്റെയും ഫുൾ സ്ഫിയറിൻ്റെയും സർഫസ് ഏരിയയുടെ റേഷ്യോ അല്ലേ? അപ്പോൾ 3πr² ഈസ് 4πr². πr² കട്ട് ചെയ്തു, 3:4. ഓപ്ഷൻ നമ്പർ 4. മനസ്സിലായല്ലോ? അടുത്തത് ഈ തന്നിരിക്കുന്നതിനെ ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതെങ്ങനെ നമ്മൾ ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക? തന്നിരിക്കുന്ന വാല്യൂ അതേപോലെ തന്നെ എഴുതാം. ആദ്യം 45 235. എന്നിട്ട് ഇതിൽ 45 റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതെന്താ മീൻ ചെയ്തേക്കുന്നത്? ഈ ബാർ ഇട്ടേക്കുന്ന നമ്പേഴ്സ് മാത്രം റിപ്പീറ്റ് ചെയ്ത് വരാണ്. അതായത് 235 235 235 ഇങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന സംഖ്യ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ തന്നേക്കുന്നത് അങ്ങനെ തന്നെ എഴുതിയിട്ട് ഇതിൽ റിപ്പീറ്റ് ചെയ്യാത്ത വാല്യൂസ് ഏതാ റിപ്പീറ്റ് ചെയ്യാത്തത്? 4ഉം 5ഉം റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒറ്റ തവണയല്ലേ വരുന്നുള്ളൂ. അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ. അതിനുശേഷം എത്ര സംഖ്യകളാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9 ഇട്ട് കൊടുക്കുക. ഇവിടെ 3 സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 3 9 ഇടണം. റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യകളുടെ അത്രയും എണ്ണം 0 കൊടുക്കുക. ഇവിടെ 2 സംഖ്യകൾ, അതായത് 4ഉം 5ഉം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 2 സീറോസ് ആഡ് ചെയ്യുക. ഇതാണ് ഈ പറയുന്ന വാല്യൂവിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരിക? 9990. 0യും ഒരു 0യും കട്ട് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 4519 ഡിവൈഡ് ബൈ 9990. ഏത് ഓപ്ഷൻ വരിക? 4519 ഡിവൈഡഡ് ബൈ 9990 എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4. മനസ്സിലായല്ലോ? റെക്കറിങ് ഫ്രാക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റെക്കറിങ് നമ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. അടുത്തത് 4th പ്രൊപ്പോർഷണൽ ടു 3, 5 and 9. 4th പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് ABCD പ്രൊപ്പോർഷണൽ ആണെങ്കിൽ A/B ഇസ് ഈക്വൽ ടു C/D ആണ്. അപ്പോൾ 3/5 ഇസ് ഈക്വൽ ടു 9/x. 3യും 3യും കട്ട് ചെയ്തു, x ഇസ് ഈക്വൽ ടു 15. ഏതാണ്? ഓപ്ഷൻ നമ്പർ 2. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഷിഫ്റ്റിലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അടുത്തത് the average of 7 natural number is 70. Among them 6 numbers are 32, 69, 72, 65, 79 and 48. What is the 7th number? 7 നമ്പറുകളുടെ ആവറേജ് എത്രയാണ്? 70 ആണ്. അതിൽ 6 എണ്ണത്തിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. 7ാമത്തെ നമ്പർ ഏതാണ് വെച്ചേക്കുന്നത്? ഒന്നുകിൽ നമുക്ക് സമ്മ എടുത്തിട്ട് കൺവെൻഷനലി ചെയ്യുന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യാം. നമുക്ക് ആദ്യം കൺവെൻഷനലി ചെയ്ത് നോക്കാം. ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷൻ, സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഇപ്പോൾ ഇവിടെ എത്രയാണ്? ആവറേജ് 70 ആണ്. സം നമുക്ക് അറിഞ്ഞുകൂടാ, ഡിവൈഡഡ് ബൈ എത്രയാണ്? നമ്പേഴ്സ് ഉണ്ട്, 7 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സം എന്ന് പറയുന്നത് എത്ര വന്നു? 7 × 70 490 ആണ് ടോട്ടൽ സം വരേണ്ടത്. തന്നിരിക്കുന്ന 6 സംഖ്യകളുടെ സം നമുക്ക് കണ്ടുനോക്കാം. 32 + 69 + 72 65 79 48. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 365 എന്നായിരിക്കും വരിക. അപ്പോൾ 6 എണ്ണത്തിൻ്റെ സമ്മ് 365 ആണ്, 7 എണ്ണത്തിൻ്റെ സമ്മ് 490 ആണ്. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ നമ്പർ എത്രയായിരിക്കും? 490 മൈനസ് 365. 5 125 ആണ് 7ാമത്തെ നമ്പർ. ഏത് ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 4. ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യാം. ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കണം. അതാണ് കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആവറേജ് എത്രയാണ്? ആവറേജ് 7 ആണ്. ഡീവിയേഷൻ എന്ന് പറയുന്നത് xi മൈനസ് x ബാർ. അതായത് നമുക്ക് ഓരോ ഒബ്സർവേഷനിൽ നിന്നും എന്ത് ചെയ്യുക? ആവറേജ് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 32 - 70 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 32 - 70 എന്ന് പറയുന്നത് -38. അടുത്തത്
69 മൈനസ് 70 എത്രയാണ്? -1. 72 മൈനസ് 70 +2. 65 മൈനസ് 70 -5. 79 മൈനസ് 70 +9. 48 മൈനസ് 70 എന്ന് പറയുന്നത് -22. അപ്പോൾ നമ്മളിത് ഫുൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -39 വന്നു. -39 +9 എന്ന് പറയുന്നത് എത്രയാണ്? -30 ആണ്. +2ഉം -22 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? -20 ആണ്. ഇനി ഒരു -5 കൂടി ബാക്കിയുണ്ട്. അപ്പോൾ -55 ആണ് ഈ 6 എണ്ണത്തിൻ്റെ ഡീവിയേഷൻ കിട്ടുന്നത്. പക്ഷെ എന്തായിരുന്നു വേണ്ടത്? ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ്റെ ഡീവിയേഷൻ്റെ സമ്മ് 0 ആയിരിക്കണം. പക്ഷെ ഇവിടെ 0 ആയില്ല, പകരം -55 ആണ്. ഒരു +55 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഡീവിയേഷൻ 0 ആയേനെ. അതിൻ്റെ മീനിങ് എന്താണ്? ആ 7th നമ്പറിൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് +55 ആണ്. ആവറേജിൽ നിന്നും +55 ആണ് 7th നമ്പറിൻ്റെ ഡീവിയേഷൻ. അങ്ങനെയെങ്കിൽ 7th നമ്പർ എത്രയായിരിക്കും? ആവറേജ് 70 +55 125 ആണ് 7th നമ്പർ. എങ്ങനെയത് വന്നത്? 7th നമ്പർ മൈനസ് ആവറേജ് = ആണ് ഡീവിയേഷൻ. ആവറേജ് എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ x7 അതായത് 7th നമ്പർ എന്ന് പറയുന്നത് 55 + 70 = 125. മനസ്സിലായല്ലോ? ഏത് മെത്തേഡിലൂടെ ആണെങ്കിലും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ മീൻ പ്രൊപ്പോർഷൻ ആണ്. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈ എക്സിനെയാണ് നമ്മൾ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുക. a/x = x/b. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? √ab എന്ന് വരും. അതായത് √256 × 484. 256 എന്തിൻ്റെ സ്ക്വയറാണ്? 16ൻ്റെ സ്ക്വയറാണ്. 484 22ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 16 × 22 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ് വരുന്നത്. 2 വെച്ചിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. 552 ഉണ്ട്, 352 ഉണ്ട്. നോക്കിക്കേ, 16 × 2 എന്ന് പറയുമ്പോൾ 320 ആവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും 552 ആയിരിക്കില്ല 16 × 22 എന്ന് പറയുന്നത്. പിന്നെ എത്രയായിരിക്കും? 352. ഇതാണ് ഓപ്ഷൻ. അടുത്തത്, the market price of an article is 25% above its cost price. If it is sold for ₹450 with a profit of 6.4%, then the discount percentage is closest to. ഒരു കമ്മോഡിറ്റിയുടെ, ഒരു സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും 25% കൂട്ടിയാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. എന്നിട്ടോ 450 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ എന്ത് വരും? 6.4% ലാഭം വരും. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്ര വന്നു? 25% കൂടുതൽ. 100 + 25 125 ആണ് മാർക്കറ്റ് പ്രൈസ്. 6.4% ആണ് ലാഭം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 + 6.4 106.4 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് വരാം. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിസ്കൗണ്ട് കാണാനാണ്. ഡിസ്കൗണ്ട് കാണാൻ മാർക്കറ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ പോരെ? കാരണം നമുക്ക് പെർസെൻറ്റേജ് ആണ് കാണുന്നത്. അപ്പോൾ ആക്ച്വൽ വാല്യൂവിൻ്റെ ആവശ്യമില്ല. നമുക്ക് 450ൻ്റെ ആവശ്യം ഈ ക്വസ്റ്റിൽ വരുന്നില്ല. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് = മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് × 100 ആണ്. അതായത് 125 മൈനസ് 106.4 എത്ര വരും? 18.6 ആണ് വരിക. ഡിവൈഡ് ബൈ 125 × 100. 25 വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇവിടെ 4, ഇവിടെ 5 വരും. 18.6 × 4 എന്ന് പറയുന്നത് 24. 74.4 ഡിവൈഡ് ബൈ 5. 14 × 5 70 ആണ്. 44 എന്ന് പറയുമ്പോൾ 8. 14.88 ആണ് ആക്ച്വൽ വാല്യൂ നമുക്ക് തന്നേക്കുന്നത്. ഇതിൻ്റെ ക്ലോസസ്റ്റ് വാല്യൂ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? 15%. ഓപ്ഷൻ നമ്പർ 4. അടുത്തത്, എ സോഫ സെറ്റ് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് 3 successive discounts of 10%, 5% and 2%. Find the net selling price of the sofa set if its marked price is ₹18,000. ഓക്കെ, ഒരു സോഫ സെറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 18,000 രൂപയാണ്. എന്നിട്ട് എന്താണ്?
മാർക്ക് പ്രൈസ് 18,000 സോഫ സെറ്റിൻ്റെ മാർക്ക് പ്രൈസ് 18,000 3 സക്സസീവ് ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ എത്രയായിരിക്കും വരിക എന്നാണ് കാണേണ്ടത്. നമ്മളെങ്ങനെയാണ് ഇക്വലൻറ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇക്വലൻറ്റ് ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാണുന്നത്? A+B - AB/100. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിസ്കൗണ്ട്? 10, 5, 2. എന്ത് ചെയ്യാം? ആദ്യം 10ഉം 5ഉം തമ്മിൽ വരുമ്പോൾ 10%ഉം 5% ആണ് ഡിസ്കൗണ്ട് എങ്കിൽ അവർ തമ്മിലുള്ള എന്ത് കാണാം? ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് കാണാം. 10 + 5 - 10 × 5 / 100 എത്ര വരും? ഇവിടെ ഒരു 15 വരും, ഇവിടെ ഒരു 0.5 വരും. അപ്പോൾ എത്രയായി? 14.5 ആണ് ഇത് രണ്ടും കൂടിയുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട്. ഇനി ആരും കൂടി ബാക്കിയുണ്ട്? ഒരു 2ഉം കൂടി ബാക്കിയുണ്ട്. ഇനി എന്ത് ചെയ്യുക? 14.5ഉം 2ഉം തമ്മിലുള്ള ഇഫക്റ്റീവ് റേറ്റ് കാണാം. 14.5 + 2 - 14.5 × 2/100 എത്ര വരും? 16.5 - 14.5 × 2 എന്ന് പറയുന്നത് 29 ആണ്. 29/100 എന്ന് പറയുമ്പോൾ -0.29. ഇത് കഴിയുമ്പോൾ എത്ര വാല്യൂ വരിക? 16. നെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 16.21 നെറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 16.21 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരിക? സെല്ലിംഗ് പ്രൈസ് = 100% മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, അതായത് 16.21. ഇത് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരും? 83.79% സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ മാർക്ക് പ്രൈസ് എത്രയാണ്? 18,000 ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണാൻ എന്ത് വേണം? 18,000ൻ്റെ 83.79%. എത്രയാണ് ആൻസർ വരുന്നത്? അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി 15,082 രൂപ 20 പൈസ. ഓക്കെ ആണല്ലോ. 3 എണ്ണം തന്നേക്കുന്നതുകൊണ്ട് നമ്മൾ A+B - AB/100 ഇഫക്റ്റീവ് അല്ലെങ്കിൽ നെറ്റ് ഡിസ്കൗണ്ട് കാണുന്ന ഇക്വേഷൻ വെച്ചിട്ട് ആദ്യം 2 എണ്ണത്തിൻ്റെ കണ്ടു, പിന്നെ അത് വെച്ചിട്ട് മൂന്നാമത്തെ ആളുടെയും കൂടി കണ്ടു. നമുക്ക് നെറ്റ് റേറ്റ് കിട്ടി 16.21%. മാർക്ക് പ്രൈസ് 100% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100% മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്. എത്രയാണ് വരിക? 83.79%. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കാണാൻ എന്ത് മതി? 18,000ൻ്റെ 83.79% കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, A and B can complete a piece of work in 18 days and 12 days respectively. They work on alternate days till the work gets completed. How long in days would it take A and B to complete the work starting with A on the first day? എയും ബിയും കൂടി ഒറ്റയ്ക്കാണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ എടുക്കുന്ന സമയം 18 ദിവസവും 12 ദിവസവുമാണ്. ഇവർ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ആരാണ് വർക്ക് ചെയ്യുന്നത്? എ ആണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പണി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആകും? ആദ്യം എന്ത് ചെയ്യേണ്ടത്? എ ബി അവരുടെ നമ്പർ ഓഫ് ഡേയ്സ് 18 ആൻഡ് 12. LCM എത്രയാണ്? LCM 36 ആണ്. അപ്പോൾ 36 ആണ് നമ്മുടെ എന്ത്? ടോട്ടൽ വർക്ക്. നമ്പർ ഓഫ് ഡേയ്സ് ടോട്ടൽ വർക്ക്. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് വരും? എഫിഷ്യൻസി = ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. 36 / 18 2 ആണ്. 36 / 12 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എയുടെയും ബിയുടെയും എഫിഷ്യൻസി കിട്ടി. ആദ്യത്തെ ദിവസം ആരാ വർക്ക് ചെയ്യുന്നത്? എ. രണ്ടാമത്തെ ദിവസം ആര് വർക്ക് ചെയ്യും? ബി. അപ്പോൾ ആദ്യത്തെ 2 ദിവസത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പോൾ 2 ഡേയ്സിൽ 5 യൂണിറ്റ് വർക്കാണ് കഴിയുന്നത്. 36-അടുത്തുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. ഏതാണ്? 35. എന്ത് ചെയ്യുമ്പോൾ കിട്ടുക? 5 × 7 ആണ് 35. നമ്മൾ ഇവിടെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഡേയ്സിൻ്റെ ഇവിടെയും 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 14 ദിവസം കൊണ്ടാണ് 35 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി എത്ര യൂണിറ്റ് വർക്ക് ബാക്കിയുണ്ട്? 1 യൂണിറ്റ് വർക്ക് ബാക്കിയുണ്ട്. അതിനെ ആരാ ചെയ്യാൻ പോകുന്നത്? എ ആണ് ചെയ്യാൻ പോവുക. അപ്പോൾ 1 അതായത് നമ്പർ ഓഫ് ഡേയ്സ് = ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണല്ലോ. പിന്നെ ബാക്കിയുള്ള വർക്ക് എന്ന് പറയുന്നത് 1 ആണ്. ആരാ ചെയ്യുന്നത്? എ മാത്രമാണ് ചെയ്യുന്നത്. എയുടെ എഫിഷ്യൻസി 2 ആയതുകൊണ്ട് എന്ത് വരും? 1/2. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ടോട്ടൽ ഡേയ്സ് 14.5 ഡേയ്സ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം.
if a shopkeeper offers a 10% discount, he makes a 10% profit എന്നുണ്ട്. 10% profit. Under the same conditions, if he offers a 25% discount, then how much percentage of profit or loss will he get? ആദ്യത്തെ കേസിൽ 10% ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത്, എന്നിട്ടും 10% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ എന്താണ്, ഡിസ്കൗണ്ട് സെയിം തന്നെ, ഡിസ്കൗണ്ട് 25% ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുക, അത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക്ഡ് പ്രൈസിനെ 100 ആയിട്ട് കൺസിഡർ ചെയ്യുക, 100% ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താവുന്ന പറഞ്ഞത്, 100% മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഡിസ്കൗണ്ട് എത്രയാണ്, 10 ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വന്നു, 90. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90 ആയി. 10% ആണ് പ്രോഫിറ്റ്. 10%ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്, 10% ഇസ് ഈക്വൽ ടു 1/10 ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ആണ്. അതാണ് 1/10. അപ്പോൾ എന്തായി, സെല്ലിംഗ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 10 വന്നു. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണെന്ത് 1. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരിക, 10 + 1 11. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റായി, 11 യൂണിറ്റ്. അപ്പോൾ ഇവിടെ എത്രയാണ്, 90 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 90/11 എന്ന് വന്നു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര വരും, 10 യൂണിറ്റ് ആണ്. അപ്പോൾ 90/11 × 100 എത്രയാണ്, 900/11 എന്നാണ് എന്ത് വരുന്നത്, കോസ്റ്റ് പ്രൈസിൻ്റെ വാല്യൂ വരുന്നത്. 900/11. ഓക്കെ അല്ലേ. 10% നമ്മൾ 1/10 എന്ന് എഴുതാം. അതിൽ ഡിനോമിനേറ്റർ 10 എന്നുള്ളത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും, 10 + ന്യൂമറേറ്റർ 11. അപ്പോൾ 11 യൂണിറ്റ് ആണ് 90. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 90/11 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര വരും, കോസ്റ്റ് പ്രൈസ് 10 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്ര വന്നു, 900/11 ആണ് എന്ത്, കോസ്റ്റ് പ്രൈസ്. അടുത്ത കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്, മാർക്ക്ഡ് പ്രൈസ് 100, ഡിസ്കൗണ്ട് എത്രയാണ്, 25%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും, 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, അതായത് 25 ഈക്വൽ ടു 75%, അല്ലെങ്കിൽ 75 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇനി നമുക്ക് ചോദിച്ചു വെക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസുമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് എങ്കിൽ ലോസ് കാണാം, 900 ഡിവൈഡ് ബൈ 11 മൈനസ് 75 ഡിവൈഡഡ് ബൈ, അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ 900/11 ആണ് വലിയ വാല്യൂ. അപ്പോൾ എന്താണ് എന്തായാലും ഇവിടെ സംഭവിച്ചേക്കുന്നത്, ഒരു ലോസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം, ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല, കാരണം അവർ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ലോസ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, 900/11 × 100 ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, 900 മൈനസ് 825. ഇവിടെ ഒരു 11 താഴെ വരും. ഇതേ ബൈ ഈ ഒരു 11 ഉണ്ട്, താഴെ 900/11 11 ഉണ്ട്. ഈ 2 11 കൂടി കട്ട് ചെയ്ത് പോകും. പിന്നെ എന്താ വരിക, 900/825 ഡിവൈഡ് ബൈ, ഇവിടെ ഒരു 900 ഉണ്ട്, ഈ 0യും കട്ട് ചെയ്യും. അപ്പം എന്ത് വന്നു, 9 മാത്രമായി. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 900 മൈനസ് 825/9. ഇതെത്രയാണ്, 75/9 ആണ്. 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 25 ഡിവൈഡ് ബൈ 3 വരും. 25 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്, 8.33%. ഇത്രയും ലോസ് ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ 2. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയായിരുന്നു ഈ പറഞ്ഞ, അതായത് ജനുവരി 13-ാം തീയതിയിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.